ഇന്ന് നമുക്ക് പഴുത്ത പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി 250 കപ്പിന് 1/4 കപ്പ് ശർക്കരപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നല്ല പോലെ പഴുത്ത 4 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തത് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 250 കപ്പിന് തന്നെ 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും കൂടാതെ നല്ല പോലെ അടിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടായി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇനി നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അടിച്ചെടുത്ത ആ പഴത്തിൻ്റെ കൂട്ട് ഫുള്ളായിട്ടും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് കൈവിടാതെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് തുടർച്ചയായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് തുടർച്ചയായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തുടർച്ചയായിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്യും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇത് വീണ്ടും തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് കടായിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കും. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇതുപോലെ വിതറി കൊടുത്തതിന് ശേഷം ഈ കൂട്ട് ഇതിലേക്ക് അങ്ങ് ആക്കി കൊടുക്കും. ഇനി ഇതിൻ്റെ മുകൾ വശം നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹൽവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.